ലോകമെമ്പാടുമുള്ള മലയാളികൾ ഇന്ന് വിഷു ആഘോഷിക്കുന്നു. പൊൻകണി കണി കണ്ടുണർന്ന മലയാളികൾ സമ്പൽ സമൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയും പുതുവർഷത്തെ വരവേൽക്കുകയാണ്. കാർഷിക സംസ്കാരത്തിൻ്റെ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് മലയാളികൾക്ക് വിഷു. കണ്ണനും കണിക്കൊന്നയും ഒപ്പം കാർഷിക സമൃദ്ധിയുടെ നിറക്കാഴ്ചയും നന്മകൾ നിറഞ്ഞ പുതുകാലത്തിനായുള്ള പ്രാർത്ഥനയോടെ മലയാളികൾ വിഷുപ്പുലരിയിലേക്ക് മിഴി തുറന്നു. മേടമാസത്തിലെ വിഷുപ്പുലരിയിൽ കാണുന്ന കണിയുടെ ഐശ്വര്യം ആ വർഷം മുഴുവൻ നിലനിൽക്കുമെന്നാണ് വിശ്വാസം. വിഷുക്കണി പോലെ കൗതുകവും ഐശ്വര്യവും നിറഞ്ഞ മറ്റൊരാചാരമാണ് വിഷുക്കൈനീട്ടം. കുടുംബത്തിലെ മുതിർന്നവരിൽ നിന്നും കൈനീട്ടം വാങ്ങാൻ എല്ലാവരും ഒന്നിച്ചെത്തും. വിഷുക്കാലം മലയാളികളെ സംബന്ധിച്ച് എന്നും മധുരമുള്ള ഓർമ്മകൾ സമ്മാനിക്കുന്ന ഉത്സവം കൂടിയാണ്. തലേ ദിവസം രാത്രി എല്ലാം ഒരുക്കി വെക്കും. രാവിലെ എണീറ്റ് വന്ന് വിളക്ക് കത്തിച്ച് ദൈവത്തിനോട് പ്രാർത്ഥിച്ച് നിൽക്കും. പിന്നെ കുട്ടികളെല്ലാവരെയും കൊണ്ടുവന്നിട്ട് ഈ കണി കാണി എല്ലാവരും പിന്നെ കൈനീട്ടം എന്ന് പറഞ്ഞിട്ട് കൊടുക്കും. കുട്ടികൾക്കൊക്കെ പൈസ നമുക്കത് മൂത്ത ആളാരാണെന്ന് വെച്ചാൽ അവരാണ് എല്ലാവർക്കും കൊടുക്കുക. കുട്ടികൾക്കതൊരു വളരെ സന്തോഷമായിട്ടാണ് എപ്പോഴും പറയുക. വിഷുവിന് നമുക്കൊരു ഒരു വർഷത്തിൻ്റെ ആരംഭമാണ്. അപ്പോൾ അത് വളരെ വളരെ ഓർമ്മകൾ നമുക്ക് തരുന്നുണ്ട്. അതെല്ലാവർക്കും നല്ലതായിരിക്കട്ടെ. ലോകാസമസ്ത സുഖിനോ ഭവന്തു. വിഭവസമൃദ്ധമായ സദ്യയും കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ പടക്കം പൊട്ടിച്ചും പൂത്തിരി കത്തിച്ചുമുള്ള ആഘോഷമാണ്. ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും ഉത്സവമാണ് ഓരോ വിഷുക്കാലവും. ഒപ്പം പുത്തൻ പ്രതീക്ഷകളുടെ വരവേൽപ്പും. അമൃത ടിവിയുടെ എല്ലാ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ. ക്യാമറാമാൻ അമർജിത് കൽപ്പറ്റയ്ക്കൊപ്പം വർഷ ഗിരീഷ്, അമൃത ന്യൂസ്, കോഴിക്കോട്.